ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ എണീറ്റു. ഈ കാണുന്ന 3 ടെൻറ്റിൽ ഒരു ടെൻറ്റാണ് നമ്മുടെ ടെൻറ്റ്. നമ്മൾ രാവിലെ എണീറ്റ് ചെറിയ വെളിച്ചുണ്ട്. കട്ടൻ ചായ കുടിക്കാണ് രണ്ടുപേരും. നേരം 7 മണിയാണ്. വെളിച്ചം വെക്കുന്നേ ഉള്ളൂ. റമ്മി ഇവിടെ ചായ ഉണ്ടാക്കിയ തീ കൈയുണ്ട്. നമ്മുടെ ബയ്യന്മാരും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവരിവിടെ കിടന്നുറങ്ങിയത്. വെളിച്ചം വെച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലേ റമ്യ? വെളിച്ചം വെച്ച് ഇങ്ങനെ വരുന്നില്ലേ? പ്രഭാതം അങ്ങ് ചക്രവാളത്തിൽ വെട്ടിക്കീറി വരുന്നു. ഞങ്ങളിത് അവിടെ ഒരാൾ മഫ്ലറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മളൊപ്പം വന്ന കൂട്ടുകാരൊക്കെ എല്ലാവരും സൺറൈസ് കാണാനും ഇന്നലെ രാത്രി പോലെ ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്ന ആ പട്ടിയുണ്ട്. എല്ലാവരും പല വഴിക്ക് ഇങ്ങനെ മോർണിംഗ് വാക്കൊക്കെ നടന്നു നിൽക്കുകയാണ്. നമ്മൾ ടെൻ്റ് അവിടെ അവർ പയ്യന്മാർ ഡിസ്മാൻഡിൽ ചെയ്തു. ഇപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഏകദേശം 5-6 ഡിഗ്രിയാണ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ ഷൂസ് ഇട്ട് നടക്കണോണ്ട് ഷൂസിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് മണലാണ്. ഇടക്കിടക്ക് അതെടുത്ത് ഒഴിവാക്കലാണ് പണി. റമ്മിയൊക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് രാവിലെ. ഓ മൈ ഗോഡ്, ഹിയർ ഇറ്റ് കംസ്. സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ്. ചക്രവാളത്തിൽ ഇന്നത്തെ 3rd ജനുവരി 2025 സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ഉദിച്ചു. സമയം 7:40 7:40 സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നത്. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പോഹയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രധാന ഐറ്റമാണ്. അവല് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളെല്ലാവരും നിരന്നിരുന്നു കൊണ്ട് സൺറൈസ് കണ്ട് ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കണ്ട് ഞങ്ങൾ ഒട്ടകപ്പുറത്ത് കയറട്ടോ. എന്താ റമി സീറ്റിംഗ് ആയി. അങ്ങനെ റമി ഉയരങ്ങളിലെത്തി. ഒട്ടകങ്ങൾ വരിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ 2 പേര് വരുന്നുണ്ട്. ഡെസേർട്ടിൽ നിന്ന് ഏകദേശം 8 മണിയാകുമ്പോൾ നമ്മൾ റിട്ടേൺ ആണ്. ഞങ്ങൾ കുളിച്ച് മാറ്റി ഒരുങ്ങി ബാദൽ ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. 10 മണിക്കാണ് ഖുറിന്ന് ജയ്സാൽമീർക്കുള്ള ബസ്. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ തന്നെ പിടിക്കണം എന്നാണ്. ഇതാണ് ബാദൽ ഹൗസിൻ്റെ കാഴ്ചകൾ. ഇയാളാണ് ഇതിൻ്റെ ആൾ. ഞങ്ങൾ ബാദൽ ഹൗസിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് ബസ് വരാൻ പോകുമ്പം വഴിയിൽ നിന്നൊക്കെ കുട്ടികൾ ഓടി വന്നു കണ്ട് ഞങ്ങളോട് മുട്ടായി വയ്ക്കുന്നുണ്ട്. റമിയാണെങ്കിൽ പോളി ഹിന്ദിയിൽ അവരോട് പോളി ഹിന്ദിയിൽ കേട്ടോക്ക് ഓളെന്തൊക്കെയോ ഹിന്ദിയിലെന്തൊക്കെയോ പറയുന്നുണ്ട്. ഒക്കെയാണ് ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ. ഒരു ബാർബർ ഷോപ്പ്, ഒരു എന്താടി വായിക്ക വിക്രം ജനറൽ സ്റ്റോറ്, കിരാന സ്റ്റോറുകൾ, ഗ്രോസറി, റെഡിമെയ്ഡിൻ്റെ ഇവിടുത്തെ കസവ് സെൻ്റർ കേൾക്കാറും ഹോൾസെയിൽ കേവാലിയ. ഒക്കെയാണ് ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ. എവിടെ നോക്കിയാലും ഈ മഞ്ഞ സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വെറുതെ അല്ല ഇന്ത്യൻ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ മണ്ണിൻ്റെയും കളറൊക്കെ നമ്മളവിടുത്തെ മാതിരി കാപ്പി മണ്ണൊന്നല്ല. ചെറിയൊരു കുഗ്രാമാണെങ്കിലും ഇവിടെ ഇംഗ്ലീഷ് വൈൻ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിദേശ മദ്യം, ചിൽഡ് ബിയർ. ഇതാണ് കുറി അങ്ങാടി, കുറി ബസ് സ്റ്റോപ്പ്. അല്ലെങ്കിൽ കുറേ ഉള്ളൂ ജീപ്പ് സഫാരി. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരും. ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. റിസോർട്ടുകളൊക്കെ ഉണ്ട്. ബസ് വരാൻ 10-15 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞത്. ഇത് ഖുട്ടി എന്നാണ് അല്ലേ? എന്തൊക്കെയാ 300 വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത് എന്നാണ് അയാൾ പറഞ്ഞത്. 300 വീടുകൾ. പണ്ട് കാലത്തൊക്കെ. ഇത് നമ്മുടെ ഇന്നലത്തെ രാത്രിയിലെ ക്യാമ്പ് മേറ്റ് ആണ്. നമുക്ക് ബസ് വരാൻ ഷെഡ്യൂൾഡ് സമയത്തിനേക്കാളും ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് രാവിലെ അല്ലേ, ഒരു 9:30 സമയമാണ്. അപ്പോൾ ഒരു ചായയൊക്കെ പറഞ്ഞ് ഒരു കാൽ ചായ കുടിച്ച് ഞങ്ങളവിടെ ബസ് കാത്തിരുന്നു. പിന്നെ ബസ് വന്നു. ബസ് ഈ പറഞ്ഞ പോലെ ഒരു ഫാലിമി വൈബായിരുന്നു. എനിക്ക് സീറ്റ് കിട്ടിയില്ല, പക്ഷെ റമിക്ക് സീറ്റ് കിട്ടി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്കും സീറ്റ് കിട്ടി. ജയ്സാൽമീർ ഇറങ്ങി. ജയ്സാൽമീർ ടൗണിലാണ്. പ്രധാന സിഗ്നൽ ജംഗ്ഷനാണ്. സിഗ്നൽ ഇല്ല, പ്രധാന റൗണ്ട് ബൂട്ടാണ്. ഞങ്ങളിനി നല്ല വിശപ്പുണ്ട്, നല്ല ഉറക്കുണ്ട്. എന്തെങ്കിലും കഴിക്കണം.
നല്ല പച്ചക്കറികളൊക്കെ ഇവിടെ അങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട്. നല്ല പഴം, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഉണ്ട്. ഓണിയൻ, പൊട്ടാറ്റോ എല്ലാം ഉണ്ട്. ഞങ്ങള് ഫുഡ് അന്വേഷിച്ചിട്ടുള്ള നടത്തത്തിലാണ്. നല്ല ബ്ലോക്കാണ്. ഇതാണ് ഗോൾഡൻ സിറ്റി. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞാണ്. ഗഡിസാറിലേക്കുള്ള വഴിയാണിത്. നമുക്ക് പോയി വന്നിട്ട് പോകാം. ഇവിടുന്ന് കഴിക്കാം. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. ഞങ്ങളങ്ങനെ ഫുഡ് പറഞ്ഞ് പനീർ ബട്ടർ മസാലയും തന്തൂർ റൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട്. വൃത്തിയുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഫോർട്ടിൽ കയറാൻ നിൽക്കുകയാണ്. ഇവിടെ ജയ്സാൽമീറിൻ്റെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റിൽ കച്ചവടമുണ്ട്. വളമുണ്ട്, പൊട്ടുണ്ട്, മുടിമക്കെട്ടുണ്ട്, ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്, ചീർപ്പുണ്ട്, പിന്നെ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഓരോന്നും ഇവിടെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കണം. മൈലാഞ്ചി, ക്ലിപ്പ്, ബണ്ണ്, കുറേ കാര്യങ്ങളുണ്ട്. നല്ല ലൈവായിട്ടുള്ള ഒരു സ്ട്രീറ്റ്. ഇത് ഫുട്പാത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഡിവൈഡറാണ്. അങ്ങനെ വെള്ളിയാഴ്ച രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമ്മക്ക് കയറി. ഹിന്ദിയിലായിരുന്നു കുത്തുബ. അവര് ഹിന്ദിയിൽ കാദിയാനി എന്തൊക്കെ മറ്റോ പറയുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായില്ല എനിക്ക്. ഇതൊരു ഉത്തരേന്ത്യയിലൊരു മദ്രസ അല്ലെങ്കിൽ ദർസ് പോലുള്ള ഒരു സ്ഥാപനമാണ്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ജുമ നിസ്കരിച്ച പള്ളി ഉള്ളത്. റമി ഇവിടെ ഏതോ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് എന്താ പറയാ ലോറ് നിസ്കരിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യം അവിടുത്തെ ആൾക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. അവരൊക്കെ ജയ്സാൽമീറിന്റെ കുറച്ച് അകന്നുള്ള സ്ഥലങ്ങളിലുള്ളവരാണ്. അവർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് താമസിച്ച് മതവിദ്യാഭ്യാസം നേടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ കാണുന്ന ഒരു സ്ഥാപനമൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. നാഷണൽ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷന്റെ ഫണ്ടിങ് ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഇവിടെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് നിന്ന് താമസിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ജയ്സാൽമീറിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഒരാൾ ഞങ്ങളടുത്ത് വന്നാണ്ട് മലയാളത്തിൽ സംസാരിച്ച് ആള് പള്ളിക്കൊക്കെ വിളിച്ചു. ഞങ്ങളിപ്പം പള്ളി കഴിഞ്ഞ് ഇറങ്ങുകയാണ്. വെള്ളിയാഴ്ച ഇടുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ജുമ്മ കിട്ടി അസർ നിസ്കരിച്ച് അങ്ങാടിയാണ്. ഇവിടെ കുറേ വണ്ടിൻ്റെ ഒക്കെ പാർട്സും എന്താണ് മിഷനറീസൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. 2 മണിയോടെ എടുത്തു. ഇനി നമുക്കെന്നാൽ അധികം പ്ലാനുകളൊന്നും ജയ്സാൽമീർ ഫോർട്ടും ഗഡിസാർ ലേക്കും ഉള്ളൂ. പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് കണ്ട് രണ്ടാൾക്കും നല്ല ക്ഷീണമുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഉറക്കം ശരിയാവത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇന്നൊരു ദിവസമേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ ഉള്ളിൽ മാക്സിമം കണ്ടു തീർക്കണം. ശേഷം ഇന്ന് രാത്രി അജ്മീർക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ അജ്മീറാണ്. ജയ്സാൽമീർ ഫോർട്ടിക്ക് പോണ വഴിയാണ്. ഇവിടെയൊക്കെ നിറച്ച് തെരുവ് കച്ചവടക്കാരൊക്കെയാണ്. ഇവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ നോക്കണം. ഈ റോട്ടിൻ്റെ ഒക്കത്തിട്ട് കണ്ട്, ഈ പൊടി പറഞ്ഞ റോട്ടിൻ്റെ ഒക്കത്തിട്ട് കണ്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയുടെ ഗോൾഡൻ സിറ്റി എന്നാണ് ജയ്സാൽമീർ അറിയപ്പെടുന്നത്. അത് അന്വർത്ഥമാക്കണ മാതിരി ഈവൻ താഴത്തെ ഫ്ലോറിങ് വരെ, നിലത്തുള്ള ഫ്ലോറിങ് വരെ എന്താണ് മഞ്ഞ സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയത് ഫുള്ള് സാൻഡ് സ്റ്റോണാണ്. മഞ്ഞ കളർ ഇങ്ങനെ സൂര്യൻ അടിച്ചിട്ടേ മണ്ണിലിങ്ങനെ മഞ്ഞ കളറ്. ഇടുങ്ങിയ വഴികൾ, അതിലേക്ക് ഇറക്കി കെട്ടിയ കച്ചവടങ്ങൾ, 2 സൈഡിലും കച്ചവടങ്ങൾ, എന്താ പറയുക വണ്ടികൾ, തുരുതുരാ പോകുന്ന വണ്ടികൾ. ആ കാണുന്നതാണ് ഫോർട്ട്, ജയ്സാൽമീർ ഫോർട്ട്. ഇന്ത്യയിലെ ജനവാസമുള്ള ഏക ഫോർട്ടാണ് ഇപ്പോൾ ജയ്സാൽമീർ ഫോർട്ട്. ഇതിനുള്ളിൽ കയറാൻ പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റ് ഒന്നും വേണ്ട. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചവടങ്ങളും ആൾതാമസമുണ്ട്. എത്രയാണ്? 4000 4000-ഓളം ആൾക്കാർ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് ആദ്യം ജയ്സാൽമീർ മൊത്തം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഇതിൽ ഏകദേശം 4000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഫോർട്ടിൻ്റെ ചുറ്റുമതിൽ കഴിഞ്ഞിട്ട് കടന്നു വരുന്ന ഈ ഗേറ്റിൽ കടന്നു വന്നാൽ നമ്മളിവിടെ ഫോർട്ടിൻ്റെ മുറ്റത്തെത്തി. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കുറേ സുവനീറുകൾ, തുണിത്തരങ്ങൾ, ഡ്രസ്സുകൾ,
പിന്നെ അതേപോലെ ഓർണമെന്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഫോർട്ട് ത്രിക്കുട്ട ഹിൽസ് എന്ന് പറഞ്ഞൊരു കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ത്രിക്കുട്ഗഡ് എന്നുള്ള ഒരു പേരും ഈ ഒരു ഫോർട്ടിനുണ്ട്. ഇതാണ് ഇതിന്റെ പ്രധാന കവാടം. 2013 ഇതിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു കലാകാരൻ അവിടെ ഹാർമോണിയം വായിച്ചിട്ട് ഈ കാഴ്ചകൾ കാണാനൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ തരുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഹാൻഡിക്രാഫ്റ്റ്സ്, ആർട്ട് ക്രാഫ്റ്റ്സ്, പിന്നെ അതേപോലെ തന്നെ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. കോഫി ഷോപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഫോർട്ടാണ്. കഫേ ദ കാക്കു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പല വഴിക്കുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇങ്ങോട്ടുണ്ട്, ഇവിടേക്ക് ഇങ്ങോട്ടുണ്ട്. എല്ലായിടത്തും കച്ചവടങ്ങളുണ്ട്. ഏതായാലും ഇത് മറ്റ് ഫോർട്ടുകളെ പോലല്ല. ഇതിനുള്ളിൽ കച്ചവടങ്ങൾ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ലൈവാണ്, ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. നമുക്കിത് കൂടെ ഇങ്ങനെ നടക്കാൻ, കച്ചവടങ്ങളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. രാജസ്ഥാനിലെ സ്ത്രീകൾ പൊതുവെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുക. അതുപോലെ തന്നെയാണ് ഇവിടെ വിൽക്കാൻ വെച്ച ഡ്രസ്സുകളൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫ്ലോറൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല തിക്ക് കളറ്. മാത്രമല്ല അവിടെ ഒരുപാട് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള പ്രതിമകൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഒരുപാട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അവരാണ് ഇതൊക്കെ വാങ്ങുന്നത്, ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ടൂറിസ്റ്റുകൾ. ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട്. ചെമ്പിലും ഇതൊക്കെ ഉണ്ടാക്കിയത് എല്ലാ തിളക്കെ അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരുത്തം ആൻസർ പേപ്പറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഓണിത് 100 ഔട്ട് ഓഫ് 100, വെരി ഗുഡ്. ഒന്നെ 100 കിട്ടണേ. ആ റമി എന്തൊക്കെ മുറി ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് പരീക്ഷ പേപ്പർ പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അവിടെ ഞങ്ങൾ പേപ്പറൊക്കെ നോക്കണുണ്ട്. റമി പേപ്പറൊക്കെ നോക്കണുണ്ടിട്ട് ഞങ്ങളോട് എവിടുന്ന വരുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അവിടെ അപ്പം അന്വേഷിച്ചപ്പോൾ എന്താ വെച്ചാൽ കേരളത്തിലുള്ള CSI ചർച്ചിൻ്റെ അണ്ടറിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ അവർക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അങ്ങനെ നടന്നു വരികയാണ്. അപ്പം ഇതിൽ കൂടി ആൾക്കാർ വരുന്നുണ്ട്, വഴിയുണ്ട്. ഇതിൽ കൂടി ആൾക്കാർ വരുന്ന വഴിയുണ്ട്. അങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുന്ന ഈ ഒരു വഴിയിലൂടെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ പോയിക്കൊണ്ട് നമുക്ക് കിട്ടിയൊരു വ്യൂ, അമ്പോ കിടിലം വ്യൂ. ജയ്സാൽമീർ സിറ്റി ഇങ്ങനെ പരന്ന് കിടക്കുക. അതിന്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ കാറ്റുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ 800ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഫോർട്ട്. ഇപ്പോഴും ഇതിന് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അന്നത്തെ ഒരു കൺസ്ട്രക്ഷന്റെ അവരുടെ ഒരു ദീർഘവീക്ഷണം അത്ര ആയിരിക്കും. സ്ഥലം അല്ലെ ഫോർട്ടിന്റെ ഉയരത്തിലൊരു വ്യൂ പോയിന്റിൽ ഒന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. ഇവിടെ കഫേ ഒക്കെ ഉണ്ട്, സിറ്റി വ്യൂ കഫേ ഒക്കെ ഉണ്ട്. ഉണങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിരിക്കാം. ഞങ്ങളൊന്നും വാങ്ങാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളൊരാള്. മഹാരാജ മഹൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത്, മഹാരാജ പാലസ്. ഇവിടെ കുറച്ച് കുട്ടികളെ തോന്നുന്നുണ്ട്, മാഷന്മാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട്. ജയ്സാൽമീറിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ്. വണ്ടികളുടെ ഹോണഡേ സഹിച്ചിടത്ത് വണ്ടികളൊക്കെ ഉണ്ട്. ആൾക്കാരിങ്ങനെ ഭയങ്കര കളർഫുള്ള് ഡ്രസ്സും കച്ചവടങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ റമീൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഓളങ്ങനെ മുന്നിലേക്ക് നടന്നു. ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടിട്ടുണ്ട്. അപ്പം മിക്കവാറും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. ഇതാണ് ജെയിൻ ടെമ്പിൾ സൺസെറ്റ് പോയിന്റ്. ഇതിലേക്കുള്ള വഴിയാണിത്. വാ ആ ഈ സാധനം ഒന്ന് വാങ്ങണം വിചാരിച്ചിട്ട് കുറേ നേരമായി. അങ്ങനെ ഞാൻ ഈ രാജസ്ഥാൻ ട്രിപ്പിന്റെ ഒരു തൊപ്പി വാങ്ങി, ടർബൻ സ്റ്റൈൽ റെഡിമെയ്ഡ് തൊപ്പി 50 രൂപ. ഞാൻ കുറേ ആയി വാങ്ങണം വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് സാധനം കയ്യിൽ കിട്ടിയത്. ജയ്സാൽമീർ ഫോർട്ടിനുള്ളത്.
മറ്റു ഫോർട്ടുകളിൽ നടക്കുന്നത് പോലുള്ള ഒരു ഫീൽ അല്ല ഈ ഫോർട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ. കാരണം ഇവിടെ എങ്ങ് തിരിഞ്ഞാലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. കുറേ ഡ്രസ്സുകൾ കച്ചവടം ചെയ്യുന്നു, കുറേ പെയിന്റിങ്ങുകൾ, കുറേ ഹാൻഡിക്രാഫ്റ്റ്സുകൾ, ഇവിടെയൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഇതിൽ കൂടെ നടക്കുമ്പോൾ. ഇതേപോലെ ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന പോലുള്ള ഒരുപാട് ഇടത്തെരുവുകളും നടുമുറ്റങ്ങളൊക്കെ ഒരുപാട് ഈ ഫോർട്ടിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ നടക്കുന്ന ബിൽഡിങ്ങിന്റെ അപ്പുറം ഇപ്പുറം പല സൈഡുകളിലൊക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്ന ഒരു ഫോർട്ടാണ് ഇത്. അല്ലാണ്ട് ദാച്ചപ്പോ ഇത് ഇങ്ങനെ മെഷീനിൽ വെച്ച് പ്രസ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച് ആണ്. ഞാൻ വാങ്ങുറമേ ഞാനുണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ വാങ്ങിക്കണം, കുറച്ച് മസാല, കുറച്ച് ബട്ടർ. സ്വീറ്റ് കോണും വാങ്ങി. അങ്ങനെ ഞങ്ങള് ജയ്സാൽമീർ ഫോർട്ടിനുള്ള കൂടെ ഇങ്ങനെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടു. അല്ല അതിന്റെ ഇങ്ങനെ പോന്നപ്പോ പെട്ടതാ നല്ല സിറ്റി വ്യൂ, സിറ്റി അടിപൊളിയായിട്ട് കാണുന്ന ഒരു സ്ഥലം. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു അല്ലേ. അങ്ങനെ ഞങ്ങള് ജയ്സാൽമീർ ഫോർട്ട് കണ്ടിറങ്ങി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ട്. ജയ്സാൽമീർ ഫോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വ്യൂ പോയിന്റ് ഒക്കെ കുറേയൊക്കെ ഓപ്പൺ ആണ്, നമുക്ക് പല വ്യൂ പോയിന്റും പോയി കാണാം. പിന്നെ നല്ല വൈബാണ്, അതിൻ്റെ ഉള്ളിലുള്ള കച്ചവടങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ഓരോ സാധനങ്ങളൊക്കെ നോക്കിയാണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ജയ്സാൽമീർ ഫോർട്ട് കയറി കണ്ട് ഇറങ്ങി കൊയങ്ങി എന്ന് പറഞ്ഞാൽ രാവിലത്തെ ക്യാമൽ റൈഡും ഈ ജയ്സാൽമീർ ഫോർട്ടിലുള്ള നടത്തൊക്കെ പാടായിട്ട് ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് കൊയങ്ങി. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയൊക്കെ ഇവിടെ എന്തെങ്കിലും കഴിച്ച് ചായ ജ്യൂസോ എന്ന് വിചാരിച്ചു. ഇൻ ദ മീൻ ടൈം നമുക്ക് മൊബൈലും ചാർജ് ചെയ്യണം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാത്തിട്ട് വിചാരിച്ചു. ജയ്സാൽമീർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ക്ഷീണം. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറി. ഐസ്ക്രീം ഷോപ്പിൽ കയറിയപ്പോൾ ചായ ഇല്ല, അവിടെ ഐസ്ക്രീം ഉള്ളു. എന്നിട്ട് ഐസ്ക്രീം, ചെറിയൊരു ഐസ്ക്രീം ഒന്ന് കണ്ട് കുറച്ച് നേരം മൊബൈലിൽ ചാർജും വെച്ച് കണ്ട് കാലൊക്കെ ഒന്ന് നീട്ടി ഒന്ന് റെസ്റ്റ് ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. ഇനി പോകുന്നത് ഗഡിസാർ ലേക്കിലേക്കാണ്. ജയ്സാൽമീറിലെ സെക്കൻഡ് മോസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഗഡിസാർ ലേക്ക്. ഈ വഴി നേരെ കണ്ട് ഗഡിസാർ ലേക്കിലേക്കാണ് പോകുന്നത്. ഗഡിസാർ ലേക്കിലേക്ക് പോണ വഴിയാണ് കേട്ടോ. നിറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ട്, ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെയും പോലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഗഡിസാർ ലേക്ക് കേട്ടോ. ഇതിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ്. കച്ചവടങ്ങളുണ്ട്, ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ജ്വല്ലറികൾ, പിന്നെ മറ്റേ ബ്രേസ്ലെറ്റ് മേക്കിങ്, മൈലാഞ്ചിടൽ, ടീഷർട്ട്, ബാഗ്, പേഴ്സ്, തൊപ്പി, പിന്നെ എന്താണ് ഡിസ്പ്ലേ ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. ഇവിടെ ഭയങ്കര തിരക്കാണ് ബോട്ടിങ്ങിന്. ഇതാണ് ഗഡിസാർ ലേക്കിലേക്കുള്ള എൻട്രി. ഞാൻ വിചാരിച്ചു മറ്റേ ലേക്കിൻ്റെ ഒക്കെ പോലെ നമുക്ക് പക്കത്തൊക്കെ പോയി ഇരിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ്. എന്താ തിരക്ക്? ഇതൊക്കെ കഴിഞ്ഞ് കണ്ട് എപ്പോൾ ആവാനാ? ഈവനിങ് എല്ലാവരും കണ്ട് ലേക്കിലേക്ക് വന്നത്. അവിടെയൊക്കെയാ ലേക്കിലെ വെള്ളം ഇവിടെ വരെയുണ്ട് അല്ലേ? പാർക്ക് ഇവിടെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഡ്രസ്സൊക്കെ രാജസ്ഥാനി ഡ്രസ്സൊക്കെ അണിഞ്ഞിക്കാണ്ട് ഫോട്ടോ എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. മാഗ്നറ്റ് ഇതിനാ ഇവിടെ റമീർ ഷോപ്പിൽ കയറിക്കാണ്ട് നമുക്ക് ഡ്രസ്സ് നോക്കുകയാണ്. പോയി നോക്കട്ടെ. പഴയൊരു ഷോപ്പാണ്. അയ്യോ തലയൊക്കെ തട്ടുമല്ലോ. ഇതെന്തോ ഒരു ഭയങ്കര സെറ്റപ്പാണല്ലോ. ഏതൊരു കല്ലിൻ്റെ ഡ്രസ്സൊക്കെ. ഗഡിസാർ ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗഡിസാർ ലേക്ക് 1156 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഒരു കാലത്ത് ജയ്സാൽമീർ സിറ്റിയിൽ മുഴുവൻ വെള്ളം കൊടുത്തിരുന്നത് ഈ വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഇയർ ലേക്ക് ആയിരുന്നു. ഈ ലേക്കിൽ ഇപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേരമാണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോട്ടിങ് ഭയങ്കര റഷ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ബോട്ട് എടുത്തില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്
ആ ലേക്കിന്റെ ബാക്ക് സൈഡിലാണ്, അതിന്റെ പവലിയന്റെ ഒക്കെ ബാക്ക് സൈഡിലാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നതാണ് ശരിക്കും ഇതിന്റെ മെയിൻ പവലിയൻ. ഇതിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ആ ലേക്കിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് അതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുകളൊക്കെ ലേക്ക് വ്യൂ ആയിട്ട് ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അതിന്റെ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി, ആംഫി തിയേറ്ററിന്റെ ഭാഗത്തേക്ക് എത്തി. അപ്പൊ നമ്മൾ അവിടെ കണ്ടത് അവിടെ ഒരു ലേസർ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ് ആണ് ഈ സെൽഫി എടുക്കലെന്ന് പറഞ്ഞത്. ഈ മെഷീനിൽ വെച്ചിട്ട് സെൽഫി എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഗഡിസർ ലേക്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. അതിന്റെ വീഡിയോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, സൗണ്ട് അത്രയും ക്വാളിറ്റി ഇല്ല. ഏതായാലും സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടായിരുന്നപ്പോൾ അവിടെ ഫൗണ്ടൈൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. വെള്ളം ഇങ്ങനെ ഫൗണ്ടൈൻ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് അതിലേക്ക് നല്ല ലേസറും കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ അടിച്ച് നല്ലൊരു പാട്ടിട്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു മ്യൂസിക്, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു കപ്പിൾസ് അവിടെ ഈ പാട്ടിനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗഡിസാറിലേക്കും കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മടക്കാണ്. നേരെ 7 മണിയായിട്ടുള്ളൂ. 9 മണിക്കാണ് അജ്മീർക്കുള്ള ബസ്. അപ്പൊ ഞാനിപ്പോ റമീന അവിടെ ഒരു റെസ്റ്റോറന്റിൽ എത്തിയേക്കാണ്, ഒരു കഫേയിൽ. എന്നിട്ട് ഞങ്ങളിവിടെ ഉച്ചക്ക് ബാഗ് വെച്ച കടയിൽ പോയിട്ട് ഇനി ബാഗ് എടുക്കണം. ബസ്സിന്റെ സമയമാകുമ്പോൾ 9 മണിക്കാണ് ബസ്. അപ്പോൾ അത് ആകുമ്പോഴും നമുക്ക് ഇനി കഫേയിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ അതിനു മുമ്പ് ബാഗ് എടുത്ത് റെഡിയാക്കണം. എന്നിട്ട് ഏകദേശം ടൈം ആകുമ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഹനുമാൻ സർക്കിളിലാണ് ബസ് കിട്ടാനുള്ളത്. തണുക്കുന്നുണ്ട്, നല്ല തണുപ്പായി. ഞാൻ ജാക്കറ്റൊക്കെ ഊരി നിൽക്കുകയാണ്, പക്ഷേ ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇതാണ് രാജസ്ഥാൻ അങ്ങാടി, ജയ്സാൽമീർ അങ്ങാടി. ഇവിടെ നിന്നായിരുന്നു ഉച്ചക്ക് ഫുഡ് കഴിച്ചത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ മെഡിക്കൽ ഷോപ്പിലാണ് നമ്മൾ ബാഗ് കൊടുത്തത്. ചോദിച്ചോക്കട്ടെ. ഞങ്ങളിവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇന്ന് ഇതവിടെ നല്ല റൂഫ് ടോപ്പ് എന്ന് പറയും ചെയ്യാം. നല്ല വ്യൂ ഒക്കെ ഉള്ള അത്യാവശ്യം ഒരു ബാൽക്കണി ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഒരു നൂഡിൽസ്, ഒരു കോഫി വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും ഇവിടെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഇവിടെ നല്ല നിയോൺ ലൈറ്റിലൊക്കെ ഗുഡ് വൈബ്സ് കൊണ്ടിട്ടുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യലും ബസ് വരെയുള്ള രാത്രി സമയം സേഫായിട്ട് സ്പെൻഡ് ചെയ്യലുമായിരുന്നു നമ്മളെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. മെയിനായിട്ട് നമ്മുടെ ഇതുവരെയുള്ള എക്സ്പെൻസും ഭാവി പരിപാടികളും ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ എക്സ്പെൻസും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എഴുതി കണക്കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോവുക. ഇനി ഞങ്ങൾ ബസ്സൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകട്ടെ. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ തപ്പി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് 100 റുപ്യൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ ബുദ്ധിമുട്ടായി. ഈ അങ്കിൾ 40 റുപ്പീസ്. താങ്ക് യു. രാത്രി ആയപ്പോൾ ടൗണിലൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമ്മൾ ജയ്സാൽമീർ ടൗണിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ സിറ്റിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഈ ജയ്സാൽമീർ ഫോർട്ട്. ജയ്സാൽമീർ ഫോർട്ടും നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്തിട്ട്. ഈ അങ്കിളിന്റെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ചൗഹാൻ ട്രാവൽസിന്റെ ബസ്സിലാണ് പോകുന്നത്. കിധർ ബസ്? അജ്മീർ ജാനെ കാ बस इधर आया, वहाँ सामने आएगा, वो आ गया वो बस है. അപ്പം അജ്മീർക്ക് പോകുന്ന ബസ്സാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കിള്, ഹനുമാൻ സർക്കിൾ കിടക്കണ RS സോദ എന്ന് പറഞ്ഞ ബസ്സിലാണ് ഇന്ന് ഞങ്ങൾക്ക് അജ്മീറിൽ പോകാനുള്ളത്. ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. സുലഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെയൊക്കെ ബാത്റൂമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് L9 L10 ആണ്. ഇതാണ് ഞങ്ങളെ ബസ് പുറപ്പെടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഇതാ പാല്, അങ്ങനെ പാലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ജയ്സാൽമീർ സിറ്റിയോട് വിട പറഞ്ഞ് അജ്മീർ ലക്ഷ്യമാക്കി ഞങ്ങളുടെ രാജസ്ഥാൻ യാത്ര തുടരുകയാണ്.